സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC അറ്റൻഡർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 46/2026. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? 6. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേളപ്പൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? വക്കം മൗലവി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്ന് അറിയപ്പെടുന്നത്? അരുണ ആസിഫ് അലി. അടുത്തത് ചേരുംപടി ചേർക്കാനായിട്ടുള്ളതാണ്. തന്നിരിക്കുന്നു: ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹരണ സമരം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ഇവ നടന്ന വർഷങ്ങളുമായിട്ട് ചേരുംപടി ചേർക്കുവാനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹരണ സമരം 1920, ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഉത്തർപ്രദേശ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? 1905 ഓഗസ്റ്റ് 7. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി? റഷ്യ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം? നേവി, മുംബൈ. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഓപ്ഷൻ സി ആണ് മഹാത്മാഗാന്ധി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന തഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ഓപ്ഷൻ സി 1, 4. സർദാർ വല്ലഭായ് പട്ടേൽ, BP മേനോൻ. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കോറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ജ്ഞാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി N. കരുൺ. ഇന്ത്യയിൽ ഖാരിഫ്,
റാബി, സൈദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. ഗോതമ്പ്, പയറ് വർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശത്താണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. പശ്ചിമഘട്ട മലനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടുകിടക്കുന്നു. തെറ്റായവ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3, 4 എന്നിവ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏത്? ആരവല്ലി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നു ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇവ ഒന്നും അല്ല. ഇതിലെല്ലാം തന്നിരിക്കുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളാണ്. അടുത്ത ചോദ്യം. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മോഹൻലാൽ. മുണ്ടകൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര്? എന്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? ശുഭാംശു ശുക്ല. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കിഴക്ക്. നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എഴുതുക. തന്നിരിക്കുന്നു നെയ്യാർ അഗസ്ത്യമല, പെരിയാർ ശിവഗിരിമല, ഭാരതപ്പുഴ ആനമല, പമ്പ നീലഗിരി. ശരിയല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 മാത്രം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 1, 4 എന്നിവ ശരിയാണ്. 1, 4. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറുത് ആലപ്പുഴയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. തന്നിരിക്കുന്നു സുഭോജനം, ആശ്വാസ്, ഇനി ഞാൻ ഒഴുകട്ടെ, പച്ചത്തുരുത്ത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സുഭോജനം ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ആശ്വാസ് വൃക്കാരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഇനി ഞാൻ ഒഴുകട്ടെ നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. പച്ചത്തുരുത്ത് തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. ഉത്തരം ഓപ്ഷൻ സി.
ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, കേരള തീരത്ത് നിന്നോ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? മത്തി. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 2. വയനാട്, ഇടുക്കി. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആര്? സഞ്ജു സാംസൺ. വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3. 1, 2, 3. ആലപ്പുഴ, എറണാകുളം, കോട്ടയം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ 3000 സെന്റിമീറ്റർ ആണ്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗം ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വൈദ്യുത നിലയത്തിലാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് പെട്രോളിയത്തിൽ നിന്നുമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. 1-ാമത്തെയും 3-ാമത്തെയും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ്. കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് ടി.കെ. പത്മിനി. ശരിയല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1-ാമത്തെയും 2-ാമത്തെയും പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തി ദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 മാത്രം തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2008 നവംബറിൽ മുംബൈയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച് രാജ്യം അശോക ചക്രം നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു പാലക്കാട് സ്വദേശിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച രാജ്യം വീർ ചക്രം നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർ ചക്രം നൽകിയ രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ എ ആണ് ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. യോൺ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ കഥാകൃത്ത്. നർഗീസ് മുഹമ്മദി സമാധാനം, ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തകൻ തന്നിരിക്കുന്നു. ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം ശരിയാണ്. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. G20 ആസ്ഥാനമില്ല. അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി എത്തും. G20 സംഘാടകരെ ഷോർഷ എന്നാണ് വിളിക്കുക. ശരിയല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയല്ലാത്ത പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം? ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. 2019 ഓഗസ്റ്റ് 8
പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏത്? മുരിങ്ങ. ദഹനരസങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? കരൾ, പിത്തരസം. അന്നനാളം, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആഗ്നേയഗ്രന്ഥി, ആഗ്നേയരസം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. ചില ആഹാരബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു. ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പുല്ല്, പുൽച്ചാടി, മുയൽ, സിംഹം. ഓപ്ഷൻ ബി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? മണ്ണുത്തി തൃശ്ശൂർ ജില്ലയിലാണ്. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? നെല്ലിൻ്റെ വിത്തുകളാണ്. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? കാട്ടാന. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ലിയോ 14. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ സിന്ദൂർ. അലൂമിനിയത്തിൻ്റെ അയിര്, ബോക്സൈറ്റ്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം? ശൂന്യത. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം? കാർബൺ ഡയോക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡെസിബൽ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിന്റെ ഊർജം ഏത് തരം ഊർജമാണ്? സ്ഥിതികോർജമാണ്. നാം കഴിച്ച ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. എവിടെ വെച്ചാണോ? ചെറുകുടലിൽ വെച്ചാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്ര? ഓപ്ഷൻ ഡി ആണ്. 70 മുതൽ 110 mg/100 ml. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി? നിർഭയം. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, ക്ഷയം. വായുജന്യ രോഗങ്ങൾ: ക്ഷയം, ചിക്കൻ പോക്സ്. എയ്ഡ്സ് അല്ലെങ്കിൽ HIV ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം HIV പകരാൻ ഇടയാക്കുന്നു. ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും HIV ബാധ ഉണ്ടാകാം. ഹസ്തദാനം, ചുമ, തുമ്മൽ, ശൗചാലയങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെയും HIV പകരാം. HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ രോഗം പകർച്ചയുണ്ടാകും. തെറ്റായവ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവയാണ് തെറ്റായിട്ടുള്ളത്. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗമാണ് നിപ്പ. കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ബാലമിത്ര. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യകം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഓപ്ഷൻ എ അരി, ഗോതമ്പ്, കപ്പ. COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. COVID-19 കാരണം കൊറോണ വൈറസാണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരെ അല്ലെങ്കിൽ രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. COVID-19 പകർച്ചവ്യാധിയല്ല. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ എന്താണ്? ശരിയാണ്. നൽകിയിട്ടുള്ളവയിൽ ഒറ്റപ്പെട്ടത് ഏത്? BCG, ECG, OPV, MMR. ഒറ്റപ്പെട്ടത് ഏതാണ്?
ഓപ്ഷൻ ബി ആണ്, ECG ആണ്. അടുത്ത ചോദ്യം, കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏത് എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിറ്റാമിൻ സി. മൂത്രാശയ രോഗങ്ങളുടെ കാരണം. മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം, വൃത്തിശീലങ്ങളിലെ പോരായ്മ. നൽകിയിരിക്കുന്ന കാരണങ്ങൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 1, 2, 3 ശരി. 3ഉം ശരിയാണ്. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ചു തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷാണ്. ബാക്ടീരിയകൾ. കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കും. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏത്? ഡെങ്കിപ്പനിയാണ്. ഇനി വരുന്നത് 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 81ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ 82, ഓപ്ഷൻ ബി 83ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി 84, ഓപ്ഷൻ എ 85ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി 86, ഓപ്ഷൻ ബി 87ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി 88, ഓപ്ഷൻ ഡി 89, ഓപ്ഷൻ എ 90, ഓപ്ഷൻ ഡി 91ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി 92, ഓപ്ഷൻ എ 93ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ ബി 94ാമത്തെ ചോദ്യം, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 95 ഓപ്ഷൻ സി ആണ്. 96 ഓപ്ഷൻ ബി ആണ്. 97ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി ആണ്. 97 ഓപ്ഷൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 98ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി. 99 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അവസാനത്തെ ചോദ്യം, ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉത്തരങ്ങളിൽ ഏതെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.